ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 2023 അനേക ചർച്ചുകൾ ആക്രമിക്കപ്പെടുകയും അനേക വിശ്വാസികൾ ആക്രമിക്കപ്പെടുകയും ചെയ്തതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡ് ഒരു ക്രിസ്തീയ പീഡനത്തിൻ്റെ സ്ഥലമായി മാറിയത്? എന്തുകൊണ്ടാണ് അനേക ചർച്ചുകൾ തകർക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവിടെ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടത് എന്ന് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ അത് മധ്യപ്രദേശിൻ്റെ ഒരു ഭാഗമായി നിലകൊണ്ട ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ 2000 ഈ സ്റ്റേറ്റ് രൂപപ്പെടുകയും അങ്ങനെ ഈ ഛത്തീസ്ഗഡ് ആദിവാസികളാൽ നിറയപ്പെട്ട ഒരു സ്റ്റേറ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അനേക ദളിത് കമ്മ്യൂണിറ്റികൾ, ഗോണ്ട് സമുദായത്തിൽപ്പെട്ട മറ്റ് ആദിവാസി ഗ്രൂപ്പുകളിൽപ്പെട്ട അനേക ആളുകളിവിടെ പാർക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൻ്റെ ഒരു ജനസംഖ്യയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഒരു 3,11,00,000 അതിന് മുകളിലായിട്ടുള്ളൊരു ജനസംഖ്യ ഈ 2024 ഈ ഛത്തീസ്ഗഡിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തോടനുബന്ധിച്ചുള്ള അതിനോട് അടുത്തടുപ്പിച്ചുള്ളതാകുന്ന ജനസംഖ്യ ഛത്തീസ്ഗഡിലുമുണ്ട്. എന്നാലേ കേരളത്തിൽ ഇവിടെ ഇരട്ടി സ്റ്റേറ്റുകൾ നമുക്കിവിടെ കാണാൻ, ജില്ലകൾ നമുക്കിവിടെ കാണാൻ കഴിയും. കേരളത്തിൽ 14 ഉള്ളെങ്കിൽ ഇവിടെ 30 അടുത്തുള്ള ജില്ലകളുണ്ട് എന്നുള്ളതാണ്. അനേക വനഭൂമികളുള്ള ഒരു പ്രദേശമാണ് ഛത്തീസ്ഗഡ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി കമ്മ്യൂണിറ്റികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഛത്തീസ്ഗഡ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഛത്തീസ്ഗഡ് കഴിഞ്ഞ ചില വർഷങ്ങളായി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത്? അതുപോലെ ഈ 2024 ഗവൺമെൻറ് ചില നിയമങ്ങളിലൂടെ മതപരിവർത്തന നിരോധന നിയമം കഠിനമാക്കിയിരിക്കുകയാണ്. 10 വർഷത്തെ തടവ്, ജാമ്യമില്ലാതെ 10 വർഷത്തെ തടവാണ് ഗവൺമെൻറ് നിയമത്തിലൂടെ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്രകാരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് ഛത്തീസ്ഗഡിൻ്റെ ക്രിസ്തീയ വളർച്ചയുടെ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്ന്, ഛത്തീസ്ഗഡിലുള്ള എല്ലാ മേഖലകളിലും ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ എത്തിച്ചേരുവാനും വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള വളരെ പഴയതായിട്ടുള്ള അനേക ചർച്ചുകൾ, വലിയ ചർച്ചുകൾ, വലിയ ഓർഗനൈസേഷനുകളൊക്കെ ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ പ്രകാരമുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേക എഡ്യൂക്കേഷൻ സെൻറ്ററുകൾ ഇല്ലെങ്കിൽ സ്കൂളുകൾ കത്തോലിക്ക സഭകളുടെ നേതൃത്വത്തിൽ, മറ്റ് CNI പോലെയുള്ളതാകുന്ന സഭകളുടെ നേതൃത്വത്തിൽ, അതുപോലെ പെന്തക്കോസ്ത് മിഷണറിമാർ ആരംഭിച്ച അനേക ചർച്ചുകൾ, അതുപോലെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ നമുക്ക് ഛത്തീസ്ഗഡിൽ കാണാമെന്നുള്ളതാണ്. അങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റ് സാമൂഹിക പരിഷ്കരണ മേഖലകളിലൊക്കെയും ക്രിസ്ത്യാനിറ്റിയുടെ കൈകൾ, അവരുടെ പ്രവർത്തന മേഖലകൾ വളരെ ഗ്രാമങ്ങളിലേക്ക് പോലും ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ സ്പർശിച്ചു എന്നുള്ളതാണ് എടുത്തു പറയത്തക്കതാകുന്ന ചില കാര്യങ്ങൾ. എന്നാൽ ഈ ചില ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അനേക സാമൂഹിക അല്ലെങ്കിൽ മതപരമാകുന്ന ഗ്രൂപ്പുകൾ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലേറ്റവും എടുത്തു പറയത്തക്ക ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സത്തനാമി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ മതപരിവർത്തനം, ഇല്ലെങ്കിൽ മതപരിവർത്തനമല്ല, ക്രിസ്ത്യാനിറ്റിയിലേക്ക്
ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഈ സത്തനാമി എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് ചേക്കേറുന്നത്. അത് ഈ ഛത്തീസ്ഗഡിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഭാഗവക്കായിരിക്കുന്ന പാസ്റ്റർമാരെ നമ്മൾ നോക്കിയാൽ ഈ ലോക്കലായിട്ടുള്ള പാസ്റ്റർമാർ ഏറ്റവും കൂടുതൽ ഈ സത്തനാമി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായിരിക്കും. വിവിധ കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ചില ഗ്രൂപ്പുകളുടെ പേരുകളൊക്കെ ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ബെഞ്ചാരെ കമ്മ്യൂണിറ്റി ഉണ്ട്, കുറേ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ സത്യവാൻഷിയുണ്ട്, ചന്ദ്രവൻഷിയുണ്ട്, പിന്നെ സാഹു കമ്മ്യൂണിറ്റി, ഗുപ്ത കമ്മ്യൂണിറ്റി, ശർമ്മയ, പിന്നെ പാണ്ഡെ, ചൗഹാൻ, ഇങ്ങനെയുള്ള അനേക കമ്മ്യൂണിറ്റികളെ നമുക്കിവിടെ കാണാം, അനേക കാസ്റ്റ് ഗ്രൂപ്പുകളെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതിലെടുത്ത് പറയത്തക്ക ഈ SC/ST പോലെയുള്ള ഗ്രൂപ്പുകളാണ് ഈ സത്തനാമിയ ആ ഗ്രൂപ്പ്. നമ്മുടെ കേരളത്തിലെ പുലയ, പറയ എന്ന് പറയുന്നതാകുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി, സത്തനാമി കമ്മ്യൂണിറ്റി, അപ്പോൾ അവരുടേതാകുന്ന ചില മതപരമാകുന്ന ആചാരങ്ങൾ, അവരുടേതാകുന്ന ചില ഈ പഠിപ്പിക്കലുകളൊക്കെയും അത് മറ്റുള്ള ഹിന്ദു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതൊരു ഈ സത്നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്നാം, ട്രൂ നെയിം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്, നമുക്കതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാകുന്നത്. സത്യനാമം എന്നുള്ളതാണ് അതിൻ്റെ സത്നാം, അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ദേവൻ്റെ ഇല്ലെങ്കിൽ അവരുടെ ഗുരുവിൻ്റെ, അവർ ഈ ഒരു സിഖ് മതസ്ഥരെ പോലെ അവർക്കൊരു ഗുരു ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ പഠിപ്പിക്കലുകളാണ് അവർ ഏറ്റവും കൂടുതലല്ല, അവർ ഫോളോ ചെയ്യുന്ന ഗുരുവിൻ്റെ പഠിപ്പിക്കലുകളാണ്. അവർക്കതിന് ഈ സത്സംഗങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ ഈഴവ, അതുപോലെ തന്നെ നായർ കമ്മ്യൂണിറ്റിക്ക് ഉള്ളതുപോലെയുള്ള ഈ പിന്നെ യോഗങ്ങളുണ്ട്, കരയോഗങ്ങൾ പോലെയുള്ള യോഗങ്ങൾ, അവരുടെ പ്രാർത്ഥന, ഭജന സംഘം എന്നൊക്കെ പറയുന്ന പോലുള്ളതാണ് സത്സംഗം എന്ന് പറയും. സത്സംഗ് ഒരു കുറച്ച് ആളുകൾ ഒരു പ്രദേശത്ത് കൂടി അവരുടെ ദൈവത്തെ പൂജിക്കുകയും അതിൻ്റെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ വീടുകളിലെല്ലാം കൂടിയിരുന്ന് ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ കൂടിയിരിക്കുന്ന സംഘങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്തില്ലെങ്കിൽ അവർ ക്രിസ്ത്യാനിലേക്ക് വരുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവരുടെ ഗുരുവിൻ്റെ ആ പിക്ചർ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം, ആ ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഈ കർത്താവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രൂപത്തോട് സാദൃശ്യമുള്ളതാകുന്ന ഒരു ഫോട്ടോ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഐഡിയൽ വർഷിപ്പിന് അവർ എതിരാണ്. അപ്പം അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ TPMകാരെ പോലെ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, നമ്മുടെ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിനെ പോലെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ആണ് അവരുടെ എല്ലാ മീറ്റിങ്ങുകളും അവർ പങ്കെടുക്കുന്നത്. അവരുടെ ഉത്സവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഉത്സവങ്ങളിലും അതൊക്കെ അവർ പങ്കെടുക്കുന്ന വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വെള്ള കൊടിയൊക്കെ ഉയർത്തിപ്പിടിച്ച് റാലിയൊക്കെ നടത്താറുണ്ട്. പെന്തക്കോസ്തുകാരെ പോലെ തന്നെയുള്ളൊരു ഗ്രൂപ്പാണ് ഈ സത്നാം എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുകയും കടന്നു വരികയും ചെയ്യുന്നത്. 100 പാസ്റ്റർമാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 95 പേരും ഇല്ലെങ്കിൽ 90 പേരും എന്താണ് ഈ സത്നാം ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും. സുവിശേഷ പ്രവർത്തനമായിട്ട് സമർപ്പിക്കുന്നത് വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ക്രിസ്ത്യാനിറ്റിയോട്ട് ചായ്വുള്ള പോലെയാണ് അവരുടെ വർഷിപ്പുകളും അവരുടെ ആ പ്രവർത്തനങ്ങളും അവരുടെ വസ്ത്രധാരണങ്ങളും അവരുടെ റാലി എല്ലാം അപ്രകാരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ആ സത്യത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് ഗ്രൂപ്പുകളെക്കാൾ ഉപരിയായി, മറ്റ് മതസ്ഥരേക്കാൾ ഉപരിയായി അവർക്കിതിലേക്ക് വരുവാൻ കഴിയും. എന്നാൽ അവർ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഛത്തീസ്ഗഡ് ഇല്ലെങ്കിൽ മധ്യപ്രദേശ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആ ഒരു ഗ്രൂപ്പ് മാത്രമല്ല, ഇല്ലെങ്കിൽ ഇപ്രകാരമുള്ള SC/ST മാത്രമല്ല, ഈ സത്നാമി പോലുള്ള ഗ്രൂപ്പുകാർ മാത്രമല്ല ഇതിലേക്ക് വരുന്നത്. ഇന്ന് നമുക്ക് ഛത്തീസ്ഗഡിൻ്റെ ഒരു പിക്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഹയർ കാസ്റ്റിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റിയോട് സാദൃശ്യത്തിലുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഈ സാഹു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രവൻഷി എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിറ്റിയുണ്ട്, ഗുപ്ത കമ്മ്യൂണിറ്റികളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഈഴവ, നായർ, മേനോൻ ഇങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. ഗുപ്ത, ചന്ദ്രവൻഷി, അതുപോലെ തന്നെ മറ്റ് പിന്നെ പാണ്ഡെ എന്നൊക്കെ പറഞ്ഞ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ശർമ്മ എന്നൊക്കെ പറയുന്നത്, വർമ്മ, ഇവരൊക്കെ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റികളാണ്. പിന്നെ അപ്രകാരമുള്ള കമ്മ്യൂണിറ്റികളൊക്കെ എന്താണ്
ആ ഒരു 1-2% ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരിയുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യൻ ആ റിലീജിയനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേവലം ഒരു ആദിവാസി കമ്മ്യൂണിറ്റികൾ, നേരത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകൃഷ്ടമായിരുന്നത് ആദിവാസി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിവാസികളുടെ ഇടയിൽ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവരുടെ ഗ്രാമത്തലവന്മാർ അവിടെയുള്ള പാവങ്ങളായിരിക്കുന്ന ആദിവാസികളോട് എന്താണ് സ്ട്രിക്റ്റ് വാണിംഗ് കൊടുക്കാറുണ്ടായിരുന്നു. അതിൽ ക്രിസ്ത്യാനിലേക്ക് നിങ്ങൾ പോകരുത്, അങ്ങനെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് റിസർവേഷനുകളെ എന്ത് ചെയ്യും, നിർത്തലാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഭയങ്കര വാണിങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളിത് പരിശോധിക്കുമ്പോൾ കേവലം ആദിവാസികളോ ഇല്ലെങ്കിൽ പ്രകാരമുള്ള ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റി മാത്രമല്ല, മറ്റ് കേരളത്തിലെ ഈഴവ, നായർ, മേനോൻ അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിറ്റികൾ അത് ഛത്തീസ്ഗഡിലുമുണ്ട്. ഇവരൊക്കെ വലിയ ഒരു ആ ഗ്രൂപ്പ് തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകൃഷ്ടരായിട്ട് ഈ ക്രിസ്തീയ ധർമ്മത്തെ അവർ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവരതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ വലിയൊരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുകയാണ്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ടായി മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ ആകെ അസ്വസ്ഥരാക്കി. അതുപോലെ തന്നെ മറ്റ് ഇതര ഗ്രൂപ്പുകളുണ്ട്, ഈ ഹിന്ദു ധർമ്മ ഗ്രൂപ്പുകളുണ്ട്. അത് ബജ്രംഗ് ദൾ, അതുപോലെ തന്നെ BJPയുടെ മറ്റുള്ളതാകുന്ന ഈ ശിവസേന, ഇങ്ങനെയുള്ള അനേക ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഇത് തിരിച്ചറിയുകയും അങ്ങനെ ഇതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നതിനെ അവർക്ക് നിയമത്തിലൂടെ തടയുവാനായിട്ട് കഴിയുന്നില്ല. കാരണം നിയമങ്ങളൊക്കെ ശക്തമാക്കിയിട്ടും കമ്മ്യൂണിറ്റിയൊക്കെ അവർ ചില കാര്യങ്ങൾക്ക് പുറത്ത് നിർത്തിയിട്ടൊക്കെയും വീണ്ടും ശക്തമായിട്ട് ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണെങ്കിൽ, ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ റിലേഷൻ കട്ട് ചെയ്ത് പുറത്താക്കും. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവരുടെ സകല ഗ്രാൻറ്റുകൾ, ഗവൺമെൻറ് ഗ്രാൻറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യും. പിന്നെ സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ്. അവരോട് ആരും സംസാരിക്കാതെ, അവരുടെ മരണത്തിനോ വിവാഹത്തിനോ അപ്രകാരം അവരുടെ ബർത്ത്ഡേ പാർട്ടികൾക്കൊന്നും പങ്കെടുക്കാതെ അവരെ സമൂഹത്തിന് ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം നോക്കിയിട്ട് ആ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും അവരെ ഒറ്റപ്പെടുത്തിയിട്ടും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും ഒക്കെ അനേക കമ്മ്യൂണിറ്റികൾ വീണ്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നീട് ആക്രമണത്തിൻ്റെ പാതയിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ചർച്ചുകൾ കത്തിക്കാനും അതുപോലെ വിശ്വാസികളെ ഉപദ്രവിക്കുവാനും ഒക്കെ തുടങ്ങിയത് അതുകൊണ്ടാണ്. കാരണം നിയമപരമാകുന്ന സാധ്യതകളെല്ലാം പരിശോധിച്ച് അല്ലെങ്കിൽ നടപ്പിലാക്കി ഇതിനെ തടയുവാനായിട്ട് ശ്രമിച്ചെങ്കിലും അതിനെ തടയിടാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ ആക്രമണത്തിൻ്റെ പാതയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അവർ വിശ്വാസികളെ ആക്രമിക്കുക, പാസ്റ്റർമാരെ ആക്രമിക്കുക, ചർച്ചുകൾ തകർക്കുക. ഓരോ സൺഡേയിലും ഓരോ ചർച്ചുകൾ കേന്ദ്രീകരിച്ചിട്ട് അവർ ആ തീരുമാനിച്ചിരിക്കുന്ന ചർച്ചുകളിലേക്ക് റാലിയായി കടന്നു ചെന്ന് അവർ മുദ്രാവാക്യം വിളിച്ച് ആ ചർച്ചിൻ്റെ അകത്ത് കയറി മൈക്ക് സെറ്റുകൾ തല്ലിപ്പൊട്ടിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഓർഗൻ എടുത്തുകൊണ്ട് പോകുക, അങ്ങനെ വിശ്വാസികളെ ഉപദ്രവിക്കുക. ഇങ്ങനെയുള്ള അനേക ലൈവ് വീഡിയോകൾ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. പക്ഷേ ലൈവ് വീഡിയോകളൊന്നും നമുക്ക് ഇപ്രകാരമുള്ള യൂട്യൂബിലൊന്നും ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഇപ്പോഴും എൻ്റെ മൊബൈലിനകത്ത് ഒരു 3-4-5 ലൈവ് വീഡിയോകളുണ്ട്. ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ ലൈവ് വീഡിയോകളുണ്ടെന്നുള്ളതാണ്. ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടത്, വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടത്, അവർ ചോരയൊലിപ്പിച്ച് നിൽക്കുന്നത്, അതിൻ്റെയൊക്കെ വീഡിയോകളുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഗ്രൂപ്പിൽ ഇടാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങളിലൂടെ ക്രിസ്ത്യാനിറ്റിയുടെ ഈ പ്രവർത്തനത്തെയും അതിങ്ങനെ സ്പ്രെഡാകുന്നതിനെ തടയുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 2-3-4 വർഷക്കാലമായിട്ട്, നേരത്തെ മുതലേ ഉണ്ട്, എന്നാൽ 2023-24 കാലഘട്ടങ്ങളിൽ അത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ കഴിയുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈ കമ്മ്യൂണിറ്റികളൊക്കെയും വലിയ തോതിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്രകാരമുള്ള ആക്രമണങ്ങളിലൂടെ ഇതിനെ തടയുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്രകാരമുള്ള ആക്രമണങ്ങൾ, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി അതിൻ്റെ യഥോചിതമാകുന്ന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനെ തടയിടുവാനായിട്ട് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾക്ക് ആക്രമണങ്ങൾക്കൊന്നും കഴിയുന്നില്ല. അത് പഴയതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഫണ്ടുകളെ നിർത്തലാക്കുക, മറ്റുള്ള ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങളെ മുരടിപ്പിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനിറ്റി അതിൻ്റെ ശക്തിയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇത് കേവലം ഈ സ്റ്റേറ്റ് മാത്രമല്ല, മറ്റ് ഇതര സ്റ്റേറ്റുകളിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഛത്തീസ്ഗഡ്
ഒഡീഷ, പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റുകളിലാണെന്ന് കണ്ടാണ് ഇവിടേക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇപ്രകാരമുള്ള ഉപദ്രവങ്ങളും പെർസിക്യൂഷനുകൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിനെ തടയിടുവാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അനേക പാസ്റ്റർമാരെ ജയിലിൽ പിടിച്ചിടുവാനും അനേക വിശ്വാസികളെ അറസ്റ്റ് ചെയ്യുവാനൊക്കെയും ഗവൺമെൻറ് അതിനുള്ള തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷേ എന്നിരുന്നെന്ന് പറഞ്ഞാലും ഈ കമ്മ്യൂണിറ്റികളൊക്കെയും ഇപ്രകാരമുള്ള റെസ്ട്രിക്ഷൻസുകൾ നിലനിൽക്കുമ്പോൾ തന്നെ വളരെയധികം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ കാര്യം, ചെറിയതല്ല, ഒരു വലിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ കമ്മ്യൂണിറ്റികളൊക്കെയും സമൂഹത്തിൽ നേരത്തെ തഴയപ്പെട്ടവരാണ്. അവർക്ക് സമൂഹത്തിൽ വേണ്ടുന്ന പ്രയോറിറ്റി കിട്ടുന്നില്ല എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതിന് ഉദാഹരണം 2003-2004 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഛത്തീസ്ഗഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ താഴേക്കിടയിലുള്ള ദളിത് കമ്മ്യൂണിറ്റിയൊക്കെ വളരെയധികം സമൂഹത്തിൽ താഴേക്കിടയിലാണെന്ന്, അവർ മറ്റ് മനുഷ്യരെ പോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ലഭിക്കാറില്ലായിരുന്നു. മറ്റ് ഹയർ കാസ്റ്റുകാരുടെ ഇടയിൽ ഇവരെ വെറും ലോവസ്റ്റ് ആളുകളായിട്ട് തള്ളിക്കളയുമായിരുന്നു. എന്നാൽ ഇവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് സമൂഹത്തിലൊരു വില ലഭിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് തോന്നുകയാണ്. അവർക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാം, മറ്റുള്ളവരോട് കൂടെ ഇരിക്കാം, ആഹാരം കഴിക്കാം. അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ സമൂഹത്തിൽ അവർക്കൊരു വില ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, സമൂഹത്തിൽ അവർക്കൊരു സ്ഥാനം ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അനേക ദളിത് കമ്മ്യൂണിറ്റികൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലൊക്കെയും അങ്ങനെ തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അവരെന്ത് ചെയ്യാണ്, ചേരുമ്പോൾ ആ സമൂഹത്തിൽ അവർക്കൊരു വില ലഭിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുമായിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ പെന്തക്കോസ്ത് മിഷണറിമാർ അനേക സ്കൂളുകളുണ്ട് ഛത്തീസ്ഗഡ്, വലിയ വലിയ സ്കൂളുകളുണ്ട്. +2 ഉള്ള 10th വരെയുള്ള വലിയ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വലിയ സ്കൂളുകളുണ്ട്. ഞാൻ അത്ര സ്കൂളുകളിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പെന്തക്കോസ്തുകാർ ഇല്ലെങ്കിൽ മിഷണറിമാരുടെ സ്കൂളുകൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം കൂടെയാണ്. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷനിലൂടെ എന്ത് ചെയ്യണം, ആളുകളെ അട്രാക്റ്റ് ചെയ്തപ്പോൾ ക്രിസ്ത്യ സമൂഹത്തിൽ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നി അനേക കമ്മ്യൂണിറ്റി ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഛത്തീസ്ഗഡിൽ ഈ അനേകർ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ഒന്ന്, ഈ സനാതനധർമ്മം പോലെയുള്ളതാകുന്ന ആ ധർമ്മത്തിൻ്റെ ചില മോശവശങ്ങൾ ജനത്തെ പുറത്തു നിർത്താൻ ശ്രമിക്കുമ്പോൾ അവർക്ക് എവിടെയാണോ അക്സെപ്റ്റബിൾ ആവുക, അവരെ അംഗീകരിക്കുന്ന എവിടെയാണോ അങ്ങോട്ടുള്ള അവരുടെ ഒരു പ്രയാണമാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ വരുവാനിടയാകുന്നത്. അതിനവരെ ഉപദ്രവിച്ചിട്ടോ അവരെ തല്ലിയിട്ടോ അവരെ തടഞ്ഞിട്ടോ ഗവൺമെൻറ് രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ ഒന്നും ആ കമ്മ്യൂണിറ്റിയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. കാരണം അവർക്ക് എവിടെയാണോ അവർക്ക് അക്സെപ്റ്റബിൾ അവരെ അംഗീകരിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിലേക്ക് അവർ ചേക്കേറുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെന്ത് ഈ ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യാനിറ്റി വളരെയധികം വളരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ യാതൊരു തരത്തിലും ഉപദ്രവിച്ചോ ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയോ ഒന്നും ഇതിനെ തടയിടാൻ കഴിയുകയില്ല. അതിന് ജനങ്ങളെന്ത് ചെയ്യാണ്, യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യം മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് ചേക്കേറുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഗോസ്പൽ എന്ന് പറയുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്, അത് ദൈവികമാണ്. അതിനോട് മനുഷ്യപരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും കൊണ്ടെന്താണ് അതിനെ തടയിടാൻ കഴിയില്ല. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമായി ഛത്തീസ്ഗഡിലും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലും അത് പടർന്നു പിടിക്കുന്നുണ്ട്, അത് സ്പ്രെഡ് ആവുന്നുണ്ട്. അത് മുഖാന്തരമാണ് ക്രിസ്ത്യാനിലേക്ക് അനേക ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. ഇത് മാത്രമാണ് ഛത്തീസ്ഗഡിലും നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇതാണതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്.